Hello dear friends, welcome back to ISK English. Dear friends, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ചില ചോദ്യങ്ങളും ചില ക്വസ്റ്റ്യൻസും അവയ്ക്കുള്ള ആൻസേഴ്സുമാണ്. നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് നിരന്തരം ആവശ്യമായിട്ട് വരുന്ന ചില ചോദ്യങ്ങൾ, ചില കാര്യങ്ങൾ എങ്ങനെ ചോദിക്കാം, ആ ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ മറുപടി പറയേണ്ടത്. അപ്പോൾ നമുക്ക് ഫ്രണ്ട്സ് നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതായത് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നമ്മൾ ഒരു ആളെ കാണാണ്. സപ്പോസ് ഒരു രോഗിയാണെന്ന് ജസ്റ്റ് ഇമാജിൻ ചെയ്യാം. രോഗിയായിട്ടുള്ള ഒരാൾ, അയാളോട് നമ്മൾ ചോദിക്കുകയാണ് ഇന്നത്തെ അവസ്ഥ ഇന്ന് എങ്ങനെയുണ്ട്, ഇന്നലത്തേക്കാളും വല്ല മാറ്റമുണ്ടോ ഇന്ന്. എങ്ങനെ ചോദിക്കാം? ജസ്റ്റ് സിമ്പിൾ. ഒന്ന് നോക്കൂ, ഹൗ ആർ യു ഫീലിംഗ് ടുഡേ. ഇത്രയേ ഉള്ളൂ. അപ്പൊ എങ്ങനെ ചോദിക്കാം? ഹൗ ആർ യു ഫീലിംഗ് ടുഡേ. ഇന്ന് എങ്ങനെ ഫീൽ ചെയ്യുന്നു, ഇന്ന് എങ്ങനെ തോന്നുന്നു, എന്താണ് ഇന്നത്തെ അവസ്ഥ. അപ്പൊ ഇന്ന് കുറച്ച് ബെറ്റർ ആണെന്ന് വെക്കാം, ഇന്നലത്തേക്കാളും ഇന്നത്തെ അവസ്ഥ കുറച്ച് ഉഷാറാണെന്ന്, ഇന്ന് കുറച്ച് അടിപൊളിയാണെന്ന് വെക്കാം. അങ്ങനെയാണെങ്കിൽ അയാൾ പറയും മച്ച് ബെറ്റർ ദാൻ യെസ്റ്റർഡേ. മച്ച് ബെറ്റർ, ഒരുപാട് സുഖമുണ്ട്, ഒരുപാട് മാറ്റമുണ്ട് ഉണ്ടോ. മച്ച് ബെറ്റർ ദാൻ യെസ്റ്റർഡേ, ഇന്നലത്തേക്കാൾ. ഇന്നലത്തേക്കാൾ ദാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനേക്കാൾ. മച്ച് ബെറ്റർ ദാൻ യെസ്റ്റർഡേ, ഇന്നലത്തേക്കാൾ ഒരുപാട് ബെറ്റർ ആയിട്ടുണ്ട്, ഒരുപാട് ഉഷാറായിട്ടുണ്ട്. ഡോക്ടറോട് പറയാം. ആ ഡോക്ടർ ചോദിക്കുകയാണ്, എന്തായാലും ഡോക്ടർ ചോദിക്കുക ഹൗ ആർ യു ഫീലിംഗ് ടുഡേ. അപ്പൊ നമ്മളെ മറുപടിയാണ് ഡോക്ടർ മച്ച് ബെറ്റർ ദാൻ യെസ്റ്റർഡേ. അടുത്ത ക്വസ്റ്റ്യൻ, നമ്മളെ വീട്ടിലേക്ക് ഒരു ഗസ്റ്റ് വന്നു. ആ ഗസ്റ്റിനോട് നമ്മൾ ചോദിക്കുകയാണ് എങ്ങനെയാണ് ഇങ്ങോട്ട് വന്നത്, അല്ലെ? ദാറ്റ് മീൻസ് വന്നു കഴിഞ്ഞു. അപ്പൊ എങ്ങനെ എത്തി. ഹൗ ഡിഡ് യു ഗെറ്റ് ഹിയർ. ഹൗ ഡിഡ് യു ഗെറ്റ് ഹിയർ, എങ്ങനെ നിങ്ങൾ ഇവിടെ എത്തി. അപ്പൊ അയാൾ വന്നിട്ടുള്ളത് ബസ്സിനാണ്. അപ്പൊ എങ്ങനെ പറയാ? ഐ ടുക്ക് ദ ബസ്. ഐ ടുക്ക് ദ ബസ്, ഞാൻ ബസ്സിൽ വന്നു എന്നാണ്. ടേക്ക് എന്ന വെർബിന്റെ രണ്ടാമത്തെ രൂപമാണ് ടുക്ക്. ടേക്ക് എന്ന് പറഞ്ഞാൽ എടുക്കുക എന്നാണ്. രണ്ടാമത്തെ രൂപം എടുത്തു എന്നാണ്. പക്ഷെ ഇവിടെ നമ്മൾ ആ വെർബിന്, കാരണം നമുക്കറിയാം നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സന്ദർഭത്തിനനുസരിച്ച് അർത്ഥം പറയണം. ഐ ടുക്ക് ദ ബസ്, ഞാൻ ബസ്സിൽ വന്നു. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കൂ. അപ്പൊ നമ്മൾ അടുത്ത ചോദ്യം ചോദിക്കുകയാണ് എല്ലാ സമയവും എപ്പോഴും ബസ്സിൽ തന്നെയാണോ പോകുന്നത്. അപ്പൊ ആ ചോദ്യം ചോദിക്കുന്നത് പ്രസന്റ് ആണ്. നേരത്തെ ചോദിച്ചത് ഇപ്പൊ ഇവിടെ എങ്ങനെ വന്നു എന്നാണ്. ഇത് ചോദിക്കുന്നത് എല്ലാ സമയവും ബസ്സിൽ തന്നെയാണോ പോവാറ്. എങ്ങനെ ചോദിക്കാം? ഡു യു ഓൾവേസ് ടേക്ക് ദ ബസ്. ഓൾവേസ് ടേക്ക് ദ ബസ്, എല്ലാ സമയത്തും ബസ്സിൽ തന്നെയാണോ പോവാറുള്ളത്. ഡു യു ഓൾവേസ്, ഓൾവേസ് എന്ന് പറഞ്ഞാൽ എല്ലാ സമയവും എന്നാ. ഡു യു ഓൾവേസ് ടേക്ക് ദ ബസ്, എല്ലാ സമയത്തും ബസ്സിൽ തന്നെയാണോ പോവാറുള്ളത്. അപ്പൊ നമ്മൾ പറയാണ് നോ, എല്ലാ സമയത്തും അല്ല. നോ, സംടൈംസ് ഐ കം വാക്കിംഗ്, ചിലപ്പോ ഞാൻ നടന്നു വരുന്നു. അപ്പൊ എല്ലാ സമയത്തും ബസ്സിലല്ല. നോ, സംടൈം ഐ കം വാക്കിംഗ്, ചില സമയത്ത് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, നടന്നു വരുന്നുണ്ട്. ചിലപ്പോൾ ഞാൻ നടന്നും വരുന്നുണ്ട്. നോക്കൂ, ഇനി അടുത്ത ചോദ്യമാണ്. അതായത് അടുത്ത ചോദ്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരാളോട് ചോദിക്കുകയാണ് ഇവിടെ നിന്നും എത്ര ദൂരെയാണ് നിങ്ങൾ താമസിക്കുന്നത്. എത്ര ദൂരെയാണ്. അപ്പൊ ഇവിടെ നിന്നും എത്ര ദൂരെയാണ് നിങ്ങൾ താമസിക്കുന്നത്. ഹൗ ഫാർ, ദൂരെ എന്നുള്ളതിന് അങ്ങനെ ചോദിക്കാം. ഹൗ ഫാർ, എത്ര ദൂരെയാണ്. ഹൗ ഫാർ ഡു യു ലിവ് ഫ്രം ഹിയർ. ഹൗ ഫാർ ഡു യു ലിവ് ഫ്രം ഹിയർ. ഫ്രം ഹിയർ, ഇവിടെ നിന്നും ഹൗ ഫാർ, എത്ര ദൂരെയാണ് ഡു യു ലിവ്, നിങ്ങൾ ജീവിക്കുന്നത്. നമുക്ക് ആ സെന്റൻസ് പറയുന്നത് ഹൗ ഫാർ ഡു യു ലിവ്. ഹൗ ഫാർ, എത്ര ദൂരെ. ഡു യു ലിവ്, നിങ്ങൾ ജീവിക്കുന്നു. ഫ്രം ഹിയർ, ഇവിടെ നിന്നും. അപ്പൊ ഇവിടെ നിന്നും, ഫ്രം ഹിയർ, ഇവിടെ നിന്ന്. ഹൗ ഫാർ, എത്ര ദൂരെയാണ്. ഡു യു ലിവ്, നിങ്ങൾ ജീവിക്കുന്നത്. അപ്പൊ ആ ചോദ്യം ചോദിക്കുമ്പോൾ ആദ്യം ക്വസ്റ്റ്യൻ വാക്ക് വരണം, അല്ലെ? ഹൗ ഫാർ, ഹൗ ഫാർ ഡു യു ലിവ് ഫ്രം ഹിയർ. അപ്പൊ മറുപടി പറയാണ് നോട്ട് വെരി ഫാർ, ഒരുപാട് ദൂരെയൊന്നുമല്ല. നോട്ട് വെരി ഫാർ, ഒരുപാട് ദൂരെയല്ല. ജസ്റ്റ് 10 minutes, just 10 minutes walk from here. Just 10 minutes, just 10 minutes walk from here. ഇവിടുന്ന് ഒരു 10 മിനിറ്റ് നടക്കേണ്ട ദൂരമുള്ളൂ. നോട്ട്
വെരി ഫാർ. നോട്ട് വെരി ഫാർ, ഒരുപാട് ദൂരെയല്ല. ജസ്റ്റ് 10 minute വാക്ക് ഫ്രം ഹിയർ. ഇവിടുന്ന് ഒരു 10 മിനിറ്റ് 10 മിനിറ്റ് നടന്നാൽ വീടെത്തി. നോക്കൂ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ ഒരാളോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കുമോ? നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കും. എങ്ങനെ ചോദിക്കാം? ഡു യു സ്പീക്ക് ഇംഗ്ലീഷ്? ഡു യു സ്പീക്ക് ഇംഗ്ലീഷ്? നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കുമോ? അപ്പൊ അയാൾ മറുപടി പറയാണ് യെസ്, യെസ്, ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കും. മാത്രമല്ല അയാൾ പറയാണ് അയാളുടെ മാതൃഭാഷ, മദർ ടങ് ഇംഗ്ലീഷാണ്. അപ്പോൾ നമ്മൾ പലതവണ കേട്ടിട്ടുള്ളതാണ്, മദർ ടങ് പകരം ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഇത്, നേറ്റീവ് ലാംഗ്വേജ്. അപ്പൊ അയാൾ പറയാണ് ഇറ്റ് ഈസ് മൈ നേറ്റീവ് ലാംഗ്വേജ്. ഇറ്റ് ഈസ് മീൻസ് ഇംഗ്ലീഷ്. ഇറ്റ് ഈസ് മൈ നേറ്റീവ് ലാംഗ്വേജ് അല്ലേ? സംസാരത്തിൽ പറയുമ്പോൾ ഇങ്ങനെ വരും, ഇറ്റ്സ് മൈ നേറ്റീവ് ലാംഗ്വേജ്. ഇറ്റ് ഈസ് എന്ന് പറയില്ല, അവിടെ എന്ത് ചെയ്യും? കോൺട്രാക്റ്റഡ് ആക്കും. കോൺട്രാക്റ്റഡ് ആക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുരുക്കാണ്. ഇറ്റ്സ് മൈ നേറ്റീവ് ലാംഗ്വേജ്, അതെന്റെ നേറ്റീവ് ലാംഗ്വേജ് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എവിടെയാണോ ജീവിക്കുന്നത് അവിടുത്തെ ഭാഷ. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു മലയാളി ആവുമ്പോൾ എൻ്റെ നേറ്റീവ് ലാംഗ്വേജ് എന്ന് പറയുന്നത് മലയാളമാണ്. നേറ്റീവ് ലാംഗ്വേജ് എന്ന് പറയുന്നത് മലയാളമാണ്. നോക്കൂ, ഇനി ഒരാളോട് ചോദിക്കുകയാണ്, അപ്പോൾ ഇപ്പോൾ ചോദിച്ചത് നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുമെന്ന്. അടുത്തൊരു ചോദ്യം ചോദിക്കുന്നത് ഇന്ന് എങ്ങനെയുണ്ട്? ഹൗ വാസ് യുവർ ടുഡേ? ഹൗ വാസ് യുവർ ടുഡേ? നിങ്ങളുടെ ഇന്നത്തെ ദിവസം. അല്ലെങ്കിൽ ഹൗ വാസ് യുവർ ഡേ? എങ്ങനെയുണ്ട് നിങ്ങളുടെ ദിവസം? അപ്പോൾ കുഴപ്പമില്ല, നല്ലൊരു ദിവസമാണെങ്കിൽ എന്ത് പറയും? റിയലി ഗുഡ്. ശരിക്കും നല്ലൊരു ദിവസമാണ്, റിയലി ഗുഡ്. ഹൗ വാസ് യുവർ ഡേ? ഹൗ വാസ് യുവർ ഡേ? റിയലി ഗുഡ്. ശരിക്കും നല്ല ഒരു ദിവസമാണ്. അപ്പോൾ ഒരാളോട് ചോദിക്കുകയാണ്, താങ്കൾ ഇന്ന് ഹാപ്പി ആണോ? താങ്കൾ ഹാപ്പി ആണോ? ആർ യു ഹാപ്പി ടുഡേ? ആർ യു ഹാപ്പി ടുഡേ? താങ്കൾ ഇന്ന് ഹാപ്പി ആണോ? യെസ്, ഹാപ്പി ആണ്. യെസ് ആം. യെസ് ആം. ആം ഹാപ്പി എന്ന് പറയേണ്ട, കോൺവെർസേഷനിൽ നമ്മൾ അവിടെ വെച്ച് ഷോർട്ട് ആക്കാം. യെസ് ആം അത്ര പറഞ്ഞാൽ മതി. അതെ, ഞാൻ ഹാപ്പിയാണ്. ഇത് നമ്മൾ ഒരു അമേരിക്കക്കാരനെ കണ്ടുമുട്ടുകയാണ്. അമേരിക്കക്കാരനെ കണ്ടുമുട്ടുമ്പോൾ നമ്മൾ അമേരിക്കക്കാരനോട് ചോദിക്കുകയാണ്, ഇന്ത്യക്കാരനോട് ചോദിക്കുന്ന പോലെ തന്നെ നമ്മൾ ഗൾഫിൽ വെച്ച് ഇന്ത്യക്കാരനെ കണ്ടുമുട്ടി കഴിഞ്ഞാൽ നമ്മൾ അവരോട് ചോദിക്കും, ഇന്ത്യയിൽ എവിടെയാണ്? ഇന്ത്യയിൽ എവിടെയാണ്? ഈ ചോദ്യം എങ്ങനെ ചോദിക്കാം എന്നുള്ളതാണ്. അതായത് അമേരിക്കക്കാരനോട് ചോദിക്കുകയാണ്, അമേരിക്കയിൽ എവിടെയാണ്? വേർ ഇൻ അമേരിക്ക? വേർ ഇൻ അമേരിക്ക ആർ യു ഫ്രം? നേരെ ശ്രദ്ധിക്കാം, ഇന്ത്യക്കാരനാണെങ്കിലോ വേർ ഇൻ ഇന്ത്യ ആർ യു ഫ്രം? ഒരിക്കലും യു ആർ ഫ്രം എന്നല്ല. അതായത് ചോദ്യമാവുമ്പോൾ പാറ്റേൺ ചെറുതായിട്ട് മാറും. ആദ്യം ഓക്സിലറി വെർബ് വരണം, പിന്നെ സബ്ജക്റ്റ്. അപ്പൊ എങ്ങനെ ചോദിക്കാം? ഇനി കേരളത്തിലാണെങ്കിലോ വേർ ഇൻ കേരള ആർ യു ഫ്രം? വേർ ഇൻ കേരള ആർ യു ഫ്രം? വേർ ഇൻ കേരള ആർ യു ഫ്രം? അപ്പൊ നമ്മള് അമേരിക്കക്കാരനോട് ചോദിക്കുകയാണെങ്കിലോ വേർ ഇൻ അമേരിക്ക ആർ യു ഫ്രം? ശ്രദ്ധിക്കുക, ആർ യു ഫ്രം? അമേരിക്കയിൽ താങ്കൾ എവിടെയാണ്? അപ്പൊ അയാൾ മറുപടി പറയും ഐ ആം ഫ്രം കാലിഫോർണിയ. നമ്മളോട് ഇന്ത്യക്കാരനാണ് നമ്മളോട് ചോദിക്കുകയാണ് വേർ ഇൻ ഇന്ത്യ ആർ യു ഫ്രം? അപ്പൊ ഞാൻ പറയും ഐ ആം ഫ്രം കേരള. ഞാൻ കേരളത്തിൽ നിന്നാണ്. അതിന് സിമ്പിൾ ക്വസ്റ്റ്യൻ, ഏറ്റവും സിമ്പിൾ, LKG-കാർക്ക് പോലും അറിയുന്ന ക്വസ്റ്റ്യൻ ആണ്, വാട്ട്സ് യുവർ നെയിം? വാട്ട്സ് യുവർ നെയിം? അപ്പൊ മറുപടി പറയും മൈ നെയിം ഈസ് അരുൺ ദേവ്. ഒരാൾ പറയണം ആൾക്ക് 2 പേരുണ്ട്, സെക്കൻഡ് നെയിം ഉണ്ട്. ചില ആളുകൾക്ക് സെക്കൻഡ് നെയിം ഉണ്ടായിരിക്കും. അപ്പൊ ഇവിടെ അർജുൻ ദേവ്, മൈ നെയിം ഈസ് അർജുൻ ദേവ്. പക്ഷെ നമ്മൾ ആ സെക്കൻഡ് നെയിം നേരെ കേട്ടില്ല. അപ്പൊ നമ്മൾ ചോദിക്കുകയാണ് വാട്ട്സ് യുവർ ലാസ്റ്റ് നെയിം? വാട്ട്സ് യുവർ ലാസ്റ്റ് നെയിം അഗൈൻ? നിങ്ങളുടെ അവസാനത്തെ പേര് എന്താണ്? വാട്ട്സ് യുവർ ലാസ്റ്റ് നെയിം? അപ്പൊ നമ്മൾ പറയാണ് ഇറ്റ്സ് ദേവ്. മൊത്തത്തിൽ പേര് അർജുൻ ദേവ്. വാട്ട്സ് യുവർ ലാസ്റ്റ് നെയിം? വാട്ട്സ് യുവർ ലാസ്റ്റ് നെയിം? ആ ലാസ്റ്റ് നെയിം എന്താണ്?
ഇറ്റ്സ് അർജുൻ ദേവ്. ഇറ്റ്സ് അർജുൻ ദേവ്. അപ്പൊ നമ്മളൊരു കാര്യം പറയാം, നമ്മൾ ഒന്നുകൂടി ചോദിക്കുകയാണ്, ആ ദേവ് അല്ലെ, ഇറ്റ്സ് ദേവ്, ആ ദേവ് നമ്മൾ നേരെ കേട്ടില്ല. നമുക്കത് ഒന്നും കൂടി കേൾക്കണം. എങ്ങനെ ചോദിക്കാം? Could you please repeat that? Could you please repeat that? Could you please repeat that? അതൊന്ന് റിപ്പീറ്റ് ചെയ്യും. അപ്പൊ നമ്മൾ പറയാണ് യാതൊരു മടിയില്ല. യെസ് ഓഫ് കോഴ്സ്. യെസ് ഓഫ് കോഴ്സ് ദേവ്. യെസ് ഓഫ് കോഴ്സ്, തീർച്ചയായിട്ടും റിപ്പീറ്റ് ചെയ്യാം, ദേവ്. അപ്പൊ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ നമ്മളുടെ ഒരു ഷോർട്ട് വീഡിയോ. അതായത് നമ്മൾ ഇന്ന് ഡെയിലി യൂസ് ചെയ്യുന്ന ചില ക്വസ്റ്റ്യൻസും ചില ചോദ്യങ്ങളും അവയ്ക്കുള്ള മറുപടികളും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുകയാണ്. നിങ്ങൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഒന്ന് കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് ദയവ് ചെയ്ത് അറിയിക്കുക. കാരണം എന്നാലാണ് ഞാൻ എത്ര വീഡിയോസ് അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടോ എന്ന കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.